ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമാവുന്നത് ഗ്യാസിന്റെ വിപണി മാത്രമല്ല കേട്ടോ, മാങ്ങാ വിപണിക്കും തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. എവിടെ? മുതലമടയിലെ മാങ്ങയൊന്നും വിദേശത്തേക്ക് ഇപ്പോൾ കയറ്റി അയക്കാൻ പറ്റുന്നില്ല. യുദ്ധം കാരണം അന്താരാഷ്ട്ര വിപണിയിലേക്ക് മാങ്ങയുടെ കയറ്റുമതി നിലച്ചതോടെ കർഷകർ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. പ്രതിദിനം 300 മുതൽ 500 ടൺ വരെ ആയിരുന്നത് 40 രാജ്യങ്ങളിലേക്ക് മുതലമടയിൽ നിന്ന് മാങ്ങയുടെ കയറ്റുമതി. അതായിരുന്നു ഇതുവരെ. മികച്ച വിളവ് ലഭിച്ചിട്ടും കയറ്റുമതി നിലച്ചതിനാൽ കോടിക്കണക്കിന് രൂപയാണ് നഷ്ടമെന്ന് കർഷകർ പറയുന്നു. ഇപ്പോൾ ഇത്തവണ നല്ല വിളവായി ലാസ്റ്റോട്ട്, പക്ഷേ യുദ്ധം കാരണം നമ്മുടെ കയറ്റുമതിയൊക്കെ നിന്നുപോയി. അതായത് കൊണ്ട് ഇപ്പം വളരെ സ്ലോ ആണ് കച്ചവടം. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ഒരു 10 ലോറി, അതായത് 100 ടൺ വരെ കയറ്റും ഡെയിലി. ഇവിടെ നിന്ന് എൻ്റെ ഷെഡ്യൂൾ മാത്രം, എൻ്റെ ഗോഡൗണിൽ മാത്രം. പക്ഷേ ഇവിടെ നിറയുണ്ട് ഗോഡൗണ്, നല്ല കയറ്റുമതിയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഫുള്ളായിട്ട് നിന്നു. മൊത്തം ഇവിടെ കേരളത്തിലും ഈ ബോംബെയും അവിടെ ഇവിടെയൊക്കെയാണ് ലോക്കൽ കച്ചവടം മാത്രം. അതാണ് എന്തൊക്കെ ഇരുന്ന് ചീഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, മാങ്ങയൊക്കെ ചീഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ദിവസം 4 ദിവസമായി 3 ദിവസമായി കയറ്റുമതി ചെയ്യാണ്ട് അങ്ങനെ ചെയ്തേക്കും. യുദ്ധം കാരണം പുറത്തേക്കുള്ളതൊക്കെ മുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഇന്ത്യൻ്റെ പുറത്തേക്കുള്ളതൊക്കെ മാങ്ങാൻ പോകുന്നില്ല. നമുക്ക് ഇന്ത്യൻ്റെ ഉള്ളിൽ ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് കൊടുക്കാനും നമുക്ക് മാങ്ങ ചിലവാൻ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് പുറത്തേക്കും കൂടെ ഓപ്പൺ ആയാലേ ഇത് മൊത്തത്തിൽ നമുക്കിത് ഇതിനെ തീർക്കാൻ പറ്റുള്ളൂ. യുദ്ധം കാരണം എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഒരു വർഷം അധ്വാനം. ഇബാലറക്കലുണ്ട്. ഇബാലറക്കൽ, ഇറാൻ ഇസ്രായേൽ സംഘർഷം നമ്മുടെ പാലക്കാട്ട് മുതലമടയിലെ മാങ്ങാ വിപണിയും വല്ലാതെ ബാധിക്കുന്നുണ്ട് അല്ലേ? സാധനങ്ങളൊന്നും വേണ്ട വിധത്തിൽ കയറ്റി വയ്ക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കാലമൊന്നും ഇത് പിടിച്ചു വയ്ക്കാനും പറ്റുന്നില്ല അല്ലേ? അരുൺ, ഈ യുദ്ധത്തിനെതിരെ സമരം നടക്കുന്ന കാലത്ത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിന് മറ്റ് രാജ്യങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലിരുന്ന് പ്രതിഷേധിക്കുന്നു എന്നുള്ള കാര്യം. അതിനെല്ലാം ഒരു ഉത്തരം കൂടിയാണ് മുതലമടയിലെ ഈ കർഷകരുടെ കണ്ണീര് എന്ന് പറയുന്നത്. 6000 ഹെക്ടറിൽ 2000 കർഷകർ വിയർപ്പൊഴുക്കിയാണ് മുതലമടയ്ക്ക് ഇന്ത്യയുടെ മാംഗോ സിറ്റി എന്ന പേര് ലഭിച്ചത്. ഇത്തവണ വലിയൊരു കായ്ബലം തന്നെ മുതലമടയിൽ ഈ മാങ്ങാ കർഷകർക്ക് ലഭിച്ചിരുന്നു. പ്രതിദിനം ഒരു 300 മുതൽ 500 ടൺ വരെ മാങ്ങയാണ് വിദേശത്തേക്ക് കയറ്റി അയക്കേണ്ടത് മുതലമടയിൽ. പക്ഷേ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം കാരണം തന്നെ ഈ കയറ്റുമതി പൂർണ്ണമായും നിലച്ചൊരു സ്ഥിതിയാണുള്ളത്. നിലവിൽ മുതലമടയിൽ നിന്ന് കച്ചവടം നടക്കുന്നത് 100 ടണ്ണിൽ കുറവും മാങ്ങയുടെ കച്ചവടം മാത്രമാണ് നടക്കുന്നത്. അതോടുകൂടി ഇപ്പോൾ കർഷകർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ മാങ്ങകൾക്ക് ഇപ്പോൾ ഡിമാൻഡ് കുറഞ്ഞതോടുകൂടി മാങ്ങ വില പൂർണ്ണമായും കൂപ്പുകുത്തിയ നിലയിലാണുള്ളത്. ജനുവരിയിൽ 250 രൂപയായിരുന്നു 1 കിലോ അൽഫോൺസയ്ക്കും അതല്ലെങ്കിൽ ഹിമാതാപം അല്ലെങ്കിൽ ഈ സിന്ദൂരം തുടങ്ങിയിട്ടുള്ള മാങ്ങകൾക്കെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വില എന്ന് പറയുന്നത് നേരെ 250 നിന്ന് 40 രൂപയിലേക്ക് കൂപ്പുകുത്തി വീണിരിക്കുകയാണ്. കർഷകരാകെ കണ്ണീരിലാണ്. ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. യുദ്ധം കാരണമാണ് അവർക്ക് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിരിക്കുന്നത്. പല കർഷകരും 50,000 70,000 എല്ലാം ഒരു ഏക്കറിന് പാട്ടം കൊടുത്തുകൊണ്ടാണ് അവർ ഈ കൃഷി നടത്തി പോകുന്നത്. പക്ഷേ ഇത്തവണ ആ തുക എങ്ങനെ കൊടുക്കും, അടുത്ത തവണ എങ്ങനെ കൃഷി ഇറക്കും എന്നെല്ലാമാണ് ആ കർഷകർ ചോദിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ. മുതലമടയിലെ കർഷകരുടെ കണ്ണീരാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യുദ്ധം എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിനെതിരെ നമ്മുടെ നാട്ടിൽ സമരം ചെയ്തു? നമ്മൾക്ക് വിചാരിച്ചിരുന്നത് ലോകത്ത് ഏതെങ്കിലും ഒരു യുദ്ധം നടന്നാൽ നമുക്ക് എന്താ പ്രശ്നം എന്നുള്ളതാണ്. ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും അതിപ്പോൾ നമ്മളെ ബാധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? മുതലമടയിലെ കർഷകരുടെ കണ്ണീര് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നു. നമ്മുടെ വീട്ടിൽ ഗ്യാസിന്റെ നിലച്ചിരിക്കുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിലേക്ക് പോയാൽ ചായയുടെയും ഉഴുന്നുവടയുടെയും വില കൂടിയിരിക്കുന്നു. എന്താ സംഭവം? പശ്ചിമേഷ്യയിലെ യുദ്ധം. ലോകത്തെവിടെ യുദ്ധം നടന്നാലും നമ്മുടെ നാട്ടിലും അതിൻ്റെ ആഘാതമുണ്ടാകും.